ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. കരുനാഗപ്പള്ളി കാസ് ലൈബ്രറി ആൻഡ് ലൈഫ് കരുനാഗപ്പള്ളി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. ലഹരിമുക്ത കേരളത്തിനെ സൃഷ്ടിക്കാനായി പ്രവർത്തിക്കുമെന്നും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും മനുഷ്യച്ചങ്ങലയും നടത്തി. കാസ് ലൈബ്രറി ആൻഡ് ലൈഫ് കരുനാഗപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവെ ശാന്ത സ്വരൂപരായിട്ട് കാണുന്ന കുട്ടികളായിരിക്കും, പക്ഷെ പെട്ടെന്ന് അവരുടെ മൂഡ് സ്വിംഗ് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാളുടെ അവരുടെ പ്രവൃത്തികളിൽ പെട്ടെന്നൊരു മാറ്റം വരുന്നു. ഈ ലഹരി നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാർക്കോ സബ്സ്റ്റൻസ് ഉണ്ട്, അല്ല സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഉണ്ട്. ചിലത് നമുക്ക് ഉറക്കം വരുത്തുന്നതായിരിക്കും, ചിലത് നമ്മളെ കൂടുതൽ ഉണർത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം പല രീതിയിലാണ്. P. സുനിൽകുമാർ മോഡറേറ്റർ ആയിരുന്നു. കാസ് ലൈബ്രറി വൈസ് പ്രസിഡന്റ് സജീവ് മാമ്പറ സ്വാഗതം പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ PL വിജിലാൽ വിഷയാവതരണം നടത്തി. ഏറ്റവും വലിയ ശക്തമായ നിയമമാണ്. പക്ഷേ ശക്തമായ നിയമമാണെങ്കിലും ആ നിയമത്തിന് ഒരുപാട് പഴുതുകളും ആ നിയമത്തിലെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ 1 കിലോ താഴെ കഞ്ചാവ് കൈവശം വെച്ചാൽ അത് ബെയിലബിൾ ഒഫൻസ് ആണ്. 1 കിലോ കഞ്ചാവ് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ ആ നിയമത്തിനകത്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VP ജയപ്രകാശ് മേനോൻ, കരുനാഗപ്പള്ളി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക്, കാസ് ലൈബ്രറി പ്രസിഡന്റ് R. രവീന്ദ്രൻ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നജീബ് മണ്ണേൽ, കാസ് ലൈബ്രറി രക്ഷാധികാരി N. ശിവരാജൻ, D. രാജീവൻ, A. സജീവ്, R. ഷീലാകുമാരി, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.